ഇനിയും ഭൂമിയിൽ ദൈവമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിഷ്കളങ്കരായ മനുഷ്യരെ? ഇന്ത്യയിൽ ദിവസേന നിരവധി പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അന്നൊന്നും പ്രതികരിക്കാത്ത ദൈവം. കാശ്മീരിൽ 28ഓളം ആളുകളെ വെടിവെച്ച് ഭീകരർ കൊന്നപ്പോൾ മിണ്ടാതെ ഉരിയാടാതെ ഇരുന്ന ദൈവം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന സമയത്ത് നിരവധി ആളുകളെ മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചു പോകുന്ന തലത്തിലേക്ക് മാറിയപ്പോൾ അവിടെ രക്ഷിക്കാൻ അവതരിക്കാതിരുന്ന ദൈവം ഇനിയും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ നിഷ്കളങ്കരായ മനുഷ്യരെ? എൻ്റെ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി. ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ, എൻ്റെ ഉപ്പ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാകുന്ന സമയത്താണ് ദൈവം എന്ന ഒന്ന് ഇല്ല എന്ന പൂർണ്ണ വിശ്വാസത്തിലേക്ക് ഞാൻ വരുന്നത്. കാരണം ഞാൻ സങ്കടപ്പെടുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുന്ന സാഡിസ്റ്റായ ഒരു ദൈവം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത്തരത്തിലൊരു ദൈവത്തെയും എനിക്ക് ആവശ്യമില്ല. ദൈവത്തിന്റെ പേരിലാണ് ഭൂമിയിൽ നടക്കുന്ന ഒട്ടുമിക്ക എല്ലാ കലാപങ്ങളും. ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളത് മേൽപ്പറഞ്ഞ ദൈവത്തിന്റെ പേരിലാണ്. എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിഷ്കളങ്കരായ മനുഷ്യരെ ദൈവമുണ്ടെന്ന്? നാളെ നിങ്ങൾക്കും പ്രിയപ്പെട്ട മനുഷ്യരെ നഷ്ടപ്പെട്ടേക്കാം. നിങ്ങളുടെ ജീവിതത്തിലും വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അന്നും നിങ്ങൾ വിശ്വസിക്കുമോ ഭൂമിയിൽ ദൈവമുണ്ടെന്ന്? സ്വന്തം ഭർത്താവിനെ കൺമുൻപിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്നത് കാണേണ്ടി വന്ന ഒരു യുവതിയുടെ കണ്ണുനീരെന്തുകൊണ്ട് നിങ്ങൾ പറയുന്ന ദൈവം കാണുന്നില്ല? അച്ഛന്റെ മൃതദേഹവും കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്ന ഒരമ്മയുടെയും മകന്റെയും കണ്ണുനീരെന്തുകൊണ്ട് ദൈവം കാണുന്നില്ല? ഇതാണോ നിങ്ങൾ പറഞ്ഞ നീതിമാനായ ദൈവം? ഇനിയും വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ഭൂമിയിൽ ദൈവമുണ്ടെന്ന്? എവിടെയാണ് ദൈവമുള്ളത്? PK എന്ന സിനിമയിൽ അമീർ ഖാന്റെ കഥാപാത്രം ചോദിക്കുന്നത് പോലെ ദൈവം എവിടെയാണ് ജീവിച്ചിരിക്കുന്നത്? തല്ലാനും കൊല്ലാനും പറയുന്ന മനുഷ്യരുടെ ഹൃദയത്തിലാണോ ദൈവം ജീവിച്ചിരിക്കുന്നത്?